The last step in functions of management is controlling. Managerial function starts with planning and ends in controlling. Controlling is a process by which managers assure that actual activities and results are in conformity with the planned activities and results. Control aims at finding out various drawbacks in the working of an enterprise. It also studies deviation from the plans and take remedial measures. According to Henry Fayol, control consists of verifying whether everything occurs in conformity with plans adopted, the instructions issued, and the principles established. It has its object to point out weaknesses and errors in order to rectify them and prevent recurrence. Another definition by Coons and O'Donnell: control is the measurement and correction the performance of subordinates in order to make sure that enterprise objectives and plan devised to attain them are accomplished. ഇവിടെ കൺട്രോളിംഗ് എന്ന് പറയുന്ന ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് നമ്മുടെ മാനേജ്മെന്റ് ഫംഗ്ഷൻസിൽ. ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റീവ് നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ അതിനെ നമ്മളെ ആക്ച്വൽ ആക്ടിവിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യും. സോ നമ്മൾ നോക്കേണ്ടത് നമുക്ക് കിട്ടേണ്ട ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ റിസൾട്ടും നമ്മുടെ ആക്ച്വൽ ആക്ടിവിറ്റീസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം അവിടെ ആ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല. അപ്പം അത് രണ്ടും ഒരേപോലെ നിൽക്കണം. അപ്പം അങ്ങനെ വരുന്ന ആ ഒരു ലെവലാണെങ്കിൽ അത് പ്രോപ്പർ കൺട്രോൾ എന്ന് പറയാം. അങ്ങനെ ഒരു ഡീവിയേഷൻ കാണുവാണെങ്കിൽ, ഇഫ് വി ഫൈൻഡ് എനി ഡീവിയേഷൻ, സോ വി ഹാവ് ടു ടേക്ക് റെമഡിയൽ മെഷേഴ്സ്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ കൺട്രോളിങ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഡ്രോബാക്സ് നമ്മൾ എൻ്റർപ്രൈസസിൽ വരുമ്പോഴത്തേക്ക് അത് കണ്ടുപിടിക്കുകയും അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കാം. Now, entry file definition പറയുന്ന controlling consists of verifying whether everything occurs in conformity with the plans adopted. അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. അപ്പം അതുമായിട്ട് നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതും ഇതും തുല്യമായി വരണം. Then the instructions issued and the principles established, എല്ലാ കാര്യങ്ങളും അതേ ഇതിൽ നിൽക്കണം. Then it has its object to point out weaknesses and errors in order to rectify them and prevent recurrence. പിന്നെ ആ ഒരു ഡീവിയേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടെത്തുകയും അത് ആ എറേഴ്സ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത ലെവലിലേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യണം. So that is about control. Next we see the steps in control process. What are the process of controlling? The first step is establishment of standard. So the first is setting up of standard of performance, which would become the yardstick for judging the performance or results. It is therefore necessary that the standards are set in clear and measurable in terms. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കൺട്രോളിങ്ങിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് കിട്ടേണ്ട റിസൾട്ട്, ആ ഒബ്ജക്റ്റീവാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് സ്റ്റാൻഡേർഡ് വിൽ ജഡ്ജ് ദി ആക്ച്വൽ പെർഫോമൻസ്. അപ്പോൾ ദാറ്റ് ഷുഡ് ബി ഓൾസോ വെരി ക്ലിയർ ആൻഡ് ഇൻ മെഷറബിൾ ടേംസ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. If an enterprise may decide to achieve a production target 1000 units per month at the cost of rupees 5 per unit to achieve sales target of 950 units at rupees 6 per unit. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാണ്. അതായത് നമുക്കൊരു 1000 ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആ 1000 ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് 5 രൂപ വെച്ചിട്ട്. ഇതാണ് നമ്മൾ പ്രൊഡക്ഷൻ ടാർഗറ്റ്. പിന്നെ നമ്മൾ അത് ഇത്രയും നമുക്ക് എൻ്റർപ്രൈസിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അത് അച്ചീവ് ചെയ്യുന്നത് നമുക്കൊരു 950 യൂണിറ്റ്സ്, 1000-ൽ നമുക്കൊരു 950 യൂണിറ്റ്സ് എങ്കിലും നമുക്കത് ഔട്ട്പുട്ട് നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റിയാൽ, അപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തത് 1000 ആണെങ്കിലും നമുക്ക് സെയിൽസ് ചെയ്യേണ്ടത് ഒരു 950 യൂണിറ്റ്സ് അതിൻ്റെ
കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് 6 രൂപ വെച്ചിട്ട് ആ തോതിൽ നമ്മൾ അതിനെ സെയിൽ ചെയ്യാൻ പറ്റിയാൽ അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ്. ഓക്കെ, അപ്പം പ്രൊഡക്ഷൻ 1000 ആണെങ്കിൽ സെയിൽസ് ഒരു 950 യൂണിറ്റ്സ്. ഇനി അടുത്തത് മെഷർമെന്റ് ഓഫ് ദി പെർഫോമൻസ്. The second major step in the control process is the measurement of achieved performance. Performance is measured by the work done and the results achieved. Measurement is most useful if actual performance is expressed in same units. The production performance can be measured on the basis of the quality and the quantity of the work. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് 1000 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിൽ സെയിൽസ് ഒരു 950 യൂണിറ്റ്സ്. ഇനി അടുത്ത നമ്മൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്, അതായത് ആക്ച്വലി എത്രയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അത് മെഷർ ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സോ പെർഫോമൻസ് ഇസ് മെഷേർഡ് ബൈ ദ വർക്ക് ഡൺ ആൻഡ് ദ റിസൾട്ട്സ് അച്ചീവ്ഡ്. അപ്പോൾ ശരിക്കും നമുക്ക് എന്താണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അതും നമ്മൾ നേരത്തെ കമ്പയർ ചെയ്യാനുള്ള യൂണിറ്റ്സും തമ്മിൽ സെയിം ആയിരുന്നാൽ നമുക്ക് എളുപ്പമാണ് അത് കമ്പാരിസൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ. Next step is the comparison of the actual performance with the standard. And at this stage, the extent of the deviation and the causes are determined. Deviation means gap between actual performance and standard. Deviations may be positive or negative. Positive deviation means that the actual performance is higher than the standard, and by negative deviation we mean that the actual performance is less than the standard. Generally, minor deviations do not require managerial attentions. If performance matches, then the management may assume that everything is under control. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക. അതായത് ആദ്യം സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡും രണ്ടാമത്തെ ആക്ച്വൽ റിയൽ പെർഫോമൻസ് അതുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്തുള്ള അതിൽ തമ്മിൽ കൺഫോമിറ്റി അല്ലെങ്കിൽ തുല്യമായിട്ട് പോകുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ എന്തോ ഒരു എറർ സംഭവിച്ചു. അപ്പോൾ ആ ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡീവിയേഷൻസ് രണ്ട് രീതിയിൽ വരാം, ഒന്ന് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡിനെക്കാളും കൂടുതലാണെങ്കിൽ, അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആദ്യം ഫിക്സ് ചെയ്തത് ഒരു 950 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് 950 യൂണിറ്റ്സ് അത്രയും നമുക്ക് സെയിൽസ് ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇപ്പോൾ 1000 തന്നെ, അതായത് 950 യൂണിറ്റ്സ് വരെ 1000 യൂണിറ്റ്സ് നമ്മൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി എങ്ങനെയാണ് ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ സെറ്റ് ചെയ്ത 950 യൂണിറ്റ് സ്റ്റാൻഡേർഡ്സിനെക്കാളും കൂടുതലാണ് അല്ലേ. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു 50 യൂണിറ്റ്സ് കൂടുതൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് എന്തായിട്ട് കാണിക്കുന്നത്, അതൊരു പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ഓക്കെ, അതേപോലെ നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. അതിൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദ ആക്ച്വൽ പെർഫോമൻസ് ഇസ് ലെസ് ദാൻ ദി സ്റ്റാൻഡേർഡ്. അപ്പോൾ 950 യൂണിറ്റ്സ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്തു, പക്ഷെ നമുക്ക് 950 അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല റിയൽ ആയിട്ട്. അതിൽ ഒരു 850 അല്ലെങ്കിൽ 900, സപ്പോസ് 850 നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു 100 യൂണിറ്റ്സ് കുറവാണല്ലേ, നമ്മൾ സെയിൽസ് ടാർഗറ്റ് ചെയ്തതിലും കുറഞ്ഞു നമുക്ക് സെയിൽസ് ശരിക്കും കിട്ടിയത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിനെക്കാളും കുറവാണ് ആക്ച്വൽ പെർഫോമൻസ്. അപ്പം അങ്ങനെ ആ ഒരു ഗ്യാപ്പ് വന്നാൽ അത് നമ്മൾ ശരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്താണ് അവിടെ സംഭവിച്ചത് ഈ നെഗറ്റീവ് ഡീവിയേഷൻസ് വന്നാൽ. സോ അതിനനുസരിച്ച് നമ്മൾ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടി വരും. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇഫ് ദ പെർഫോമൻസ് മാച്ചസ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ആക്ച്വലും മാച്ച് ചെയ്യുകയാണെങ്കിൽ everything is under control. Now the next step is taking corrective actions. After detecting the error, we have to take corrective actions or remedial measures. Corrective actions are therefore initiated on the basis of factors causing deviations between standard and actual result. This may be due to outdated machines or absence of adequate incentives to workers. That can be verified by giving suitable incentives to workers and by installing modern machinery.
അപ്പോൾ ഇവിടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തമ്മിൽ ആ ഒരു ഗ്യാപ്പ് വന്നാൽ ഡീവിയേഷൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടെത്താം. വാട്ട് ഈസ് ദ റീസൺ? അത് ഡിറ്റക്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എന്താണ് ആ എറർ എന്താണെന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള റെമഡിയൽ മെഷർ എടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡിവിഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പ് കാണുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പല റീസൺസ് വരും, പല ഫാക്ടേഴ്സും നമ്മൾ കണ്ടെത്തേണ്ടി വരും. ചിലപ്പം മെഷീൻ ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ എന്താണ് ജീവനക്കാർ ആ രീതിയിൽ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നില്ല, അവർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ്സ് കുറവായോണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് പ്രശ്നമെന്ന് കണ്ടെത്തിയിട്ട് ഒന്നെങ്കിൽ മെഷീൻസ് നല്ല മോഡേൺ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് കൂടുതലായിട്ട് കൊടുക്കുക. ആ രീതിയിൽ ആ മാറ്റം കൊണ്ടുവന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അത് ആ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അതിനുള്ള റീസൺ. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു കറക്റ്റ് ആക്ഷൻ ചെയ്യണം.